പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ഹിസ്റ്ററി ഒരു ഐച്ഛിക വിഷയമായി ഇവിടെ പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം 1999 ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ആസച്ച് ആരംഭിക്കുക. അന്ന് BA വൊക്കേഷണൽ ഹിസ്റ്ററി, ആർക്കിയോളജിയും മ്യൂസിയോളജിയും വൊക്കേഷണൽ സബ്ജക്ട്സായി ഒരു പുതിയ കോഴ്സ് ആരംഭിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട PV ജോസഫ് സാറും ഡോക്ടർ പയസ് മലയക്കണ്ടത്തിലച്ഛനും ശ്രീ ജോണി മറ്റവുമാണ്. അതിനുശേഷം ഞാൻ 2002 ഇവിടെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ ആദ്യ ബാച്ചുകൾ മുതലുള്ള വിദ്യാർത്ഥികളുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു, അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും 2014 ഇതിനെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുവാനായിട്ട് സാധിച്ചു. ഈ കാലയളവിലെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ അനേകം റാങ്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്, വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളർച്ച
അടുത്തിരുന്ന് നോക്കിക്കാണുവാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ട്. എല്ലാ വിദ്യാർത്ഥികളോടും അതുപോലെ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ, ഇതിനുവേണ്ടി ഒത്തിരിയേറെ ഗസ്റ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കോഴ്സിൻ്റെ വിജയത്തിന് വേണ്ടി. അവരെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമയോടെ നിന്നുകൊണ്ട് ചരിത്രത്തിൻ്റെ ശരിയായ പുനരവതരണത്തിന് വേണ്ടി ഒരുമയോടെ നമുക്ക് വർക്ക് ചെയ്യാം. താങ്ക് യു. 2001 മുതൽ 2004 വരെയുള്ള കാലയളവിലാണ് ഞാൻ ഇവിടെ ഡിഗ്രി പഠിക്കുന്നത്. അതിനുശേഷം PG കംപ്ലീറ്റ് ആക്കി 2007 ഡിപ്പാർട്ട്മെൻറ്റിൽ ഗസ്റ്റ് അധ്യാപകനായി ജോലി ചെയ്തു 1 വർഷക്കാലം. പിന്നീട് 2012 പെർമനൻ്റ് അധ്യാപകനായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യുന്നത്. 2014 സെപ്റ്റംബറിലാണ് നമ്മുടെ MA ഹിസ്റ്ററി എന്ന് പറയുന്ന കോഴ്സ് ആരംഭിച്ചത്. അതിനുശേഷം നമ്മുടെ കോളേജിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ UG PG വിദ്യാർത്ഥികൾ 1 മുതൽ 10 വരെയുള്ള റാങ്കുകളിൽ കാലാകാലങ്ങളിൽ വളരെ മികവുറ്റ നേട്ടങ്ങൾ നേടിയതായിട്ടും അതോടൊപ്പം തന്നെ UGC നെറ്റ് കണക്കുള്ള പരീക്ഷകളിൽ മികവുറ്റ വിജയം നേടുന്നതായിട്ടും സ്പോർട്സിലും അതുപോലെ തന്നെ ആർട്സിലും നമ്മുടെ വിദ്യാർത്ഥികൾ നാഷണൽ ലെവലിലും അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റി കലാപ്രതിഭ അതുപോലെ തന്നെ ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലും എല്ലാം മികവുറ്റ നേട്ടങ്ങൾ നേടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം പോകും ദൂരം ഇതുവരെയും നാം കാണാ